മാധ്യമപ്രവർത്തകനും പൊതുപ്രവർത്തകനുമായിരുന്ന തഴവ കനകന്റെ സ്മരണയ്ക്കായി ഫൗണ്ടേഷൻ രൂപീകരിച്ചു. ഫൗണ്ടേഷന്റെ പ്രഥമ പുരസ്കാരം മികച്ച വില്ലേജ് ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട ആർ ജയചന്ദ്രന് സമ്മാനിച്ചു. മാധ്യമപ്രവർത്തകനും പൊതുപ്രവർത്തകനുമായിരുന്ന തഴവ കനകന്റെ സ്മരണയ്ക്കായി ഫൗണ്ടേഷൻ രൂപീകരിച്ചു. കനകന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ ഫൗണ്ടേഷൻ പ്രഥമ പുരസ്കാരം മികച്ച വില്ലേജ് ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട ആർ ജയചന്ദ്രന് സമ്മാനിച്ചു. അനുസ്മരണ സമ്മേളനം CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ഓർമ്മകൾ ബാക്കി വെച്ചിട്ടാണ് അദ്ദേഹം യാത്രയായത്. എങ്ങനെയായിരിക്കണം ഒരു പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ളത് അടയാളപ്പെടുത്തി കടന്നുപോയ ആളാണ് ശ്രീ തഴവ കനകൻ. വില്ലേജ് ഓഫീസിൽ നോക്കിയാൽ കനകനെ കാണാം, പഞ്ചായത്തിൽ നോക്കിയാൽ മെമ്പറല്ലാത്തപ്പോഴും ആയിരിക്കുമ്പോഴും കാണാം, താലൂക്ക് ആശുപത്രിയിൽ അദ്ദേഹമുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പോകാത്ത ദിവസങ്ങളില്ല, സ്കൂളിൽ നോക്കിയാൽ കാണാം, വഴിയരികിൽ കാണാം, മരണത്തിന് കാണാം, കല്യാണത്തിന് കാണാം. അങ്ങനെ 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 മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തെ തൊടുന്ന എല്ലാ വിഷയങ്ങളിലും എല്ലാ ഏർപ്പാടുകളിലും നിറഞ്ഞു നിന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു. വളരെ പെട്ടെന്ന് നിസ്സാര കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിൻ്റെ മാത്രം പ്രത്യേകതയായിരുന്നു. പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകളോടൊപ്പം പഞ്ചായത്ത് ഭരണസമിതിയിൽ ഇരിക്കുമ്പോൾ പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും ശരി, അതൊക്കെ അസാധുവിനെ സംബന്ധിച്ച് ഏറെ ആ കാര്യങ്ങളൊക്കെ ഓർക്കാൻ പറ്റുന്ന ആളാണ്. വളരെ പൊട്ടിത്തെറിച്ച് ജനങ്ങളുടെ കാര്യത്തിന് വേണ്ടി ഭരണപ്രതിപക്ഷ അപ്പോൾ എപ്പോഴും അദ്ദേഹം പ്രതിപക്ഷത്തായിരുന്നു. എല്ലായ്പ്പോഴും പ്രതിപക്ഷത്ത് നിന്ന് വർത്തമാനം പറയുന്ന ഒരാളായിരുന്നു ശ്രീ തഴവ കനകൻ എന്ന് പറയുന്നത്. ഞാൻ അണ്ണനെ നേരിട്ട് പരിചയപ്പെടുന്ന 2004 2004 7 വർഷത്തെ പോലീസ് സർവീസ് കഴിഞ്ഞ് റവന്യൂ സർവീസിലേക്ക് വരുന്ന സമയത്ത് ശാസ്താംകോട്ടയിൽ അദ്ദേഹം പത്രലേഖനായിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് മനോരമയുടെ ലേഖനെ കാണാൻ പോയപ്പോൾ കനകനെ എനിക്ക് പരിചയപ്പെടുത്തി. നിങ്ങളുടെ നാട്ടുകാരനാണ്, എനിക്കറിയില്ല എന്ന് ചോദിച്ച് സംസാരിച്ചിട്ടാണ് അന്ന് ഞാൻ ആദ്യമായിട്ട് കനകനെ പരിചയപ്പെടുന്നത്. പിന്നീട് ഞങ്ങൾ തമ്മിൽ ആ ബന്ധം വളരെ കാലം സൂക്ഷിച്ചു. 2022 ഞാൻ ഈ വില്ലേജ് ഓഫീസിലേക്ക് വരുമ്പോൾ ഒരു ദിവസം കനകനെ എന്നെ കണ്ടു. അപ്പം സ്വന്തം വില്ലേജ് ഓഫീസാണ്, ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ രാഷ്ട്രീയക്കാരൊക്കെ വിളിക്കും, പക്ഷേ ഒരു കാര്യമുണ്ട്, ആരോടും നോ എന്ന് പറയരുത്, പക്ഷേ എന്ത് പറയണം, നമുക്ക് നോക്കാം എന്ന് പറയണം. എന്നിട്ട് മനസ്സിൽ ശരിയെന്ന് തോന്നുകയാണെങ്കിൽ അത് ചെയ്തു കൊടുക്കണം, ഇല്ലെങ്കിൽ പിന്നീട് അവരോട് പറഞ്ഞാൽ മതിയല്ലോ. ആ വാക്ക് അക്ഷരം പ്രതി ഞാൻ ഇന്നുവരെയും പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. UDF ജില്ലാ ചെയർമാൻ KC രാജൻ ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് MA ആസാദ് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ തഴവ ബിജു ഫൗണ്ടേഷൻ വിശദീകരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് R അമ്പിളിക്കുട്ടൻ, മണിലാൽ ചക്കാലത്തറ, തോപ്പിൽ ലത്തീഫ്, രമ ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് അനിൽകുമാർ, KP രാജൻ, AA റഷീദ്, MC വിജയകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇന്ദ്രജിത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിംല ത്രിദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. തയ്യിൽ രവി സ്വാഗതവും ബിന്ദു വിത്തൂർ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തഴവ.